പ്രശാന്ത് സാർ നമസ്കാരം. നമസ്കാരം. സർ, ഇന്ത്യക്ക് നേരെ കൂടിയാണ് അമേരിക്കയുടെ ചില ഉപരോധങ്ങൾ. റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനെതിരെ റഷ്യക്കും റഷ്യയിൽ നിന്ന് വാങ്ങുന്നവർക്കുമൊക്കെ ഇറക്കുമതി തീരുവയൊക്കെ ചുമത്തിക്കൊണ്ട് ട്രംപ് വലിയ രീതിയിൽ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോ തവണ മുന്നറിയിപ്പും ഭീഷണിയൊക്കെ തരുമ്പോൾ ഇന്ത്യ അതിനോട് പോട പുല്ലേ എന്നുള്ള സമീപനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴിതാ നമ്മൾ കേൾക്കുന്നു റഷ്യയിലേക്ക് നമ്മൾ സ്ഫോടക വസ്തുക്കൾ കയറ്റി അയച്ചു എന്നുള്ളത്. അത് തീർത്തും ട്രംപിന് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് സാർ അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ലോകത്ത് അമേരിക്കയെ പോലെയുള്ള ഒരു ലോകരാജ്യം, കാരണം ലോകം നിയന്ത്രിക്കുന്ന രാജ്യമാണല്ലോ അമേരിക്ക. ഒരു വളരെ കാലം കൊണ്ടേ അങ്ങനെ തന്നെ ഇപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം, അല്ലെങ്കിൽ ലോകത്തെ നമ്പർ വൺ, എല്ലാ രീതിയിലും നമ്പർ വൺ എന്നുള്ളതായിട്ട് രാജ്യം. ആ രാജ്യത്തിന് എതിരെ വരുന്ന ഒരു രാജ്യം റഷ്യ സാമ്പത്തികമായിട്ട് ഇപ്പം പുറകിലാണെങ്കിലും റഷ്യയും ഒരുപക്ഷെ എതിരാളി എന്ന് പറയുന്ന റഷ്യ ആയിരിക്കും. അപ്പം എന്നും ഈ രണ്ട് രാജ്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഗ്രൂപ്പായിട്ട് ലോകക്രമത്തിൽ നിന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനകത്തൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളും ഈ അമേരിക്കയുമാണ്, അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളും ഒക്കെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ ഇപ്പം ഈ റഷ്യയുമായിട്ട് നമ്മൾ പറയുന്ന പോലെ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് റഷ്യക്കെതിരായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും, അല്ലെങ്കിൽ ആ യുദ്ധത്തിന് കാരണക്കാർ റഷ്യയെ നിലംപരിശാക്കുന്നതിന്, റഷ്യയെ പെടുത്തുന്നതിനോ വേണ്ടിയാണ് റഷ്യ അവരുടെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നതും ഇസ്രായേൽ ഒരുപക്ഷെ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുന്നതും ഒക്കെയാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതിനകത്ത് തിട്ടൂരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാൻ ഏർപ്പെടുത്തി, തിട്ടൂരങ്ങൾ ഏർപ്പെടുത്തി ഈ പറയുന്ന റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്ത്, അല്ലെങ്കിൽ ലോകത്തിനകത്തു നിന്ന് വേർതിരിച്ചു നിർത്തി, അല്ലെങ്കിൽ രാജ്യത്തെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റു പല രീതിയിലും ഒക്കെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഒക്കെ നിൽക്കുമ്പോൾ ആ രാജ്യത്തെ സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങൾ, ഇപ്പം അന്നും ഇന്നും സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ആയിട്ട് വരുമ്പോൾ, ആ രാജ്യം സഹായിക്കുന്ന രാജ്യങ്ങൾ ആയിട്ട് ഉള്ളതിനകത്ത് അവര് അമേരിക്ക പറയുന്നത്, ഏറ്റവും അവസാനം പറയുന്നതായിട്ട് വരുന്ന ബ്രസീലുണ്ട്, ഇന്ത്യയുണ്ട്, ഈ പറയുന്ന ചൈനയുണ്ട്. അപ്പൊ അവരന്ന് തൊട്ടേ പറയുന്ന തിട്ടൂരങ്ങൾ, ഒരുപക്ഷെ റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ കാലം കൊണ്ടേ നടക്കുമ്പോൾ ആ തിട്ടൂരങ്ങളെ മറികടന്നുകൊണ്ട് നമ്മൾ അവിടുന്ന് വ്യാപാരം നടത്താൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമായ എണ്ണ വാങ്ങുന്നതിന് വേണ്ടി ലോകത്ത് ഉള്ള രാജ്യങ്ങളിൽ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ എണ്ണ മേടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റ് സാധന സാമഗ്രികൾ മേടിക്കുന്നതിന് വേണ്ടി ഒക്കെ ബാൻ ഏർപ്പെടുത്തുമ്പോൾ അത്തരത്തിൽ രാജ്യങ്ങൾ അമേരിക്കയെ ഭയന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ ആവശ്യം നമുക്ക് എത്രത്തോളം ഉണ്ടെന്നറിയാം. അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യം റഷ്യയാണ്. ഈ ലോകത്ത് പല രാജ്യങ്ങളെ തുലനം ചെയ്യുമ്പോൾ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്ന ഇറാനുണ്ട്, സൗദി ഉണ്ട്, അതുപോലെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യത്തിനകത്ത് വരുന്നതാണ് ഈ റഷ്യ. അപ്പം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ക്രൂഡ് ഓയിൽ മേടിക്കേണ്ടാന്ന് തീരുമാനിച്ചു. റഷ്യ നമുക്ക് തരാൻ തീരുമാനിച്ചു. റഷ്യയുടെ നമ്മൾ നേരത്തെ മേടിച്ചിരിക്കുന്നു. ക്രൂഡ് ഓയിൽ കൂടുതലായിട്ട് മേടിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു, വില കുറച്ച് വരാൻ തയ്യാറാകുന്നു, നമ്മളുടെ പറയുന്ന പൈസ അല്ലെങ്കിൽ രൂപയിൽ വിനിമയം നടത്താൻ തയ്യാറാകുന്നു. നമ്മൾ ഇത് മേടിച്ചുകൊണ്ട് പോയി നമ്മൾ ശേഖരിക്കുന്നു, നമ്മളത് ഇവിടെ സംസ്കരിച്ച് ലോകത്തിന് വിതരണം ചെയ്യും. അപ്പൊ ഇതേ രീതിയിലൊക്കെ അന്ന് തൊട്ടേ ഈ പറയുന്ന അമേരിക്കയുടെ തിട്ടൂരങ്ങളെ മറികടന്നു പോകുന്ന ഒരു രാജ്യം. അപ്പൊ ഇത്തരത്തിൽ ഈ പറയുന്ന ഈ പറയുന്നത് പോലെ തിട്ടൂരങ്ങളെ മറികടക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ വരുന്നു. അപ്പൊ അതൊരു പരിധിവരെ അമേരിക്ക പറഞ്ഞിട്ട് കേൾക്കാതെ വരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം പിന്നെ റെയർ മെറ്റൽസ്, അല്ലെങ്കിൽ ഈ പറയുന്ന നിരോധിതമായിട്ടുള്ള കാര്യങ്ങൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് സെമി കണ്ടക്ടർ ചിപ്പുകളെ, അല്ലെങ്കിൽ മറ്റ് ഈ ഇരുമ്പുകളെ, അങ്ങനെ ഒരു സാധനത്തിന് രണ്ട് ഉപയോഗം ഉണ്ട് മനസ്സിലാക്കണം. അപ്പം ഇതിനെയൊക്കെ ബാൻ ചെയ്തിരുന്നു. അപ്പം ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും മാരകമായിട്ടുള്ള HMX എന്ന് പറയുന്ന ഒരു വസ്തു. അപ്പൊ ഇത് കൺസ്ട്രക്ഷൻ ആവശ്യത്തിന് വേണ്ടി മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി എന്ന് പറയുമ്പോൾ ആ പറയുന്ന ഐഡിയൽ ഡിറ്റർമിനേറ്റ് പ്രൈവറ്റ് ലിമിറ്റർ എന്ന് പറയുന്ന കമ്പനി അവിടുന്ന് കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്ക അറിഞ്ഞുപോലുമില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോഴാണ് അമേരിക്ക ഇത് അറിഞ്ഞിരിക്കുന്നത്. ഇത് ബോംബ് ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ ഈ ചില മിസൈൽ ഉണ്ടാക്കുന്നതിന്, കോർപിഡോയുടെ വാർഹെഡ് ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ റോക്കറ്റിന്റെ മോട്ടോ അല്ലെ റോക്കറ്റിന്റെ പല ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിന്, അതായത് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന യുദ്ധത്തിന് ആവശ്യമായ സാമഗ്രികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഫോടക വസ്തു എന്ന് വേണേ പറയാം HMX. അല്ലെങ്കിൽ പ്രതിരോധ
ഗവേഷണത്തിന് വേണ്ടിയൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ചോദിക്കുമ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നാമമാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ ഈ പറയുന്നത് പോലെ എത്ര തിട്ടൂരം കൊടുത്തിട്ടും എന്തെല്ലാം എന്ന് പറഞ്ഞിട്ടും അതിനെയൊക്കെ മറികടന്ന് അത് കൊടുക്കാൻ സാധ്യമാകുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. അതാണ് ട്രംപ് ഞെട്ടിത്തിരിഞ്ഞത്. ട്രംപ് നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ആയുധം കൊടുക്കുന്നു യുദ്ധത്തിന്. ഒന്ന് ചൈന പരസ്യമായിട്ട് കൊടുക്കുന്നു, ഇന്ത്യ രഹസ്യമായിട്ട് കൊടുക്കുന്നു. ഇന്ത്യ രഹസ്യമായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടറിന്റെ രൂപത്തിലും മറ്റു പല രൂപത്തിലും ഒക്കെ കൊടുക്കുന്നു. ഇത് യുദ്ധത്തിന് ആവശ്യമായ ബോംബുകൾ ഉണ്ടാക്കുന്നതിനും മറ്റു സാമഗ്രികൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ട് വരും. അപ്പം അത്തരത്തിലേക്കുള്ള ഒരു രാജ്യം. ഇപ്പം ഇതിനകത്ത് പല ഏറ്റവും അവസാനം വന്നല്ലോ, റഷ്യ സഹായിക്കാൻ പാടില്ല, യുദ്ധം നിൽക്കണം, 50 ദിവസിക്കാൻ നിൽക്കണം, ഇപ്പൊ 12 ദിവസിക്കാൻ യുദ്ധം നിർത്തണം, അല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങളിനകത്ത് ആദ്യം എടുത്തു പറഞ്ഞ ബ്രിക്സ് രാജ്യങ്ങൾക്കകത്ത് പ്രധാനമായിട്ടും വരുന്നത് റഷ്യ, ഈ പറയുന്ന ബ്രസീലും ചൈനയും ഒക്കെയാണ്. പ്രധാനപ്പെട്ടതായിട്ടുള്ള ഇന്ത്യയാണ് റഷ്യ ഈ ബ്രിക്സ് രാജ്യത്തിനകത്ത്. അപ്പം അവരെ സഹായിക്കുന്ന രാജ്യത്തിനകത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് 500% താരിഫ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇപ്പം ഏറ്റവും അവസാനം ഇന്ന് വരുന്ന വാർത്ത അനുസരിച്ച് ഏറ്റവും വലിയ സുഹൃത്താണെങ്കിൽ ഈ പറയുന്ന പോലെ വ്യാപാര കരാറും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് പുറത്ത് 25% അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള രീതിയിലേക്ക് ട്രംപ് പറയുന്നു. അപ്പം ഈ താരിഫും ഈ വിഷയങ്ങളും ഈ അമേരിക്കയുടെ തിട്ടൂരും ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ വ്യാപാര കരാർ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള ബന്ധം നിർത്തണമെങ്കിൽ ഒക്കെ നമ്മൾ തീരുമാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. റഷ്യയുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യ അതിനെ പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സാമ്പത്തിക എക്കണോമിക്കൽ ഗ്രോത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞങ്ങളാണ്, അതിന് ആരും തിട്ടൂരമൊന്നും വേണ്ട. ലോകക്രമത്തിൽ അങ്ങനെ തിട്ടൂരം ആരും പുറപ്പെടുവിപ്പിക്കേണ്ട, അല്ലെങ്കിൽ രണ്ടു തരത്തിലുള്ള നീതിയൊന്നും വേണ്ട. എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ ആ രീതിയിൽ നീങ്ങുമെന്ന് നമ്മൾ പരസ്യമായിട്ട് ഈ തിട്ടൂരത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ വ്യാപാര കരാറിനകത്ത് നമ്മൾ പറഞ്ഞ എന്താണ്, നമുക്ക് കയറ്റുമതി ചെയ്യണം, ഇറക്കുമതി ചെയ്യണം, പരസ്പരം ധാരണയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ മാത്രം, അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരു വ്യാപാര കരാർ ഒപ്പിടാനും ഒന്നും ഉള്ള ഒരു സാധ്യതയില്ല. അപ്പം ഇപ്പൊ 12 ദിവസത്തിനകത്ത് പറഞ്ഞു കഴിഞ്ഞു പല തിട്ടൂരങ്ങളും ഏർപ്പെടുത്തുന്നു. അപ്പം ഇതിനകത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും ഇന്ത്യയുടെ ഈ നിലപാട് കൊണ്ട് ട്രംപിന്റെ നിലപാട് അംഗീകരിക്കേണ്ട എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നു. നാറ്റോ രാജ്യങ്ങൾക്കകത്ത് വരുന്നു. അപ്പം ഈ രീതിയിൽ ലോകക്രമത്തിൽ ഈ പറയുന്ന ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ട്രംപിന്റെ ചില വിചാരങ്ങൾ, ധാരണകൾ, ഇതുവരെ നടപ്പാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ, അതിനെയൊക്കെ രാജ്യങ്ങൾ എല്ലാം അങ്ങനെ വേണ്ട, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അതാത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചിട്ട് മതി, അല്ലെങ്കിൽ അമേരിക്കയെ ഭയക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്കുള്ള ഒരു മെസ്സേജ് ഒരുപക്ഷെ നമ്മളെക്കാട്ടിൽ വലിപ്പത്തിൽ എക്കണോമിക്കൽ ഗ്രോത്തും അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങും ഒക്കെ അല്ലെങ്കിൽ ലോകക്രമത്തിൽ രണ്ടാമതൊക്കെ നിൽക്കുന്ന രാജ്യമായിട്ടുള്ള ചൈനയ്ക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ടാകും. അപ്പം ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇന്ത്യ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഞങ്ങളെ ചെയ്താൽ ഞങ്ങൾ നിങ്ങളെയും ചെയ്യും, അതേ രീതിയിലേക്കുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ എവിടെ ബാൻ ഏർപ്പെടുത്തിയാൽ ഇവിടെ നമുക്കും തിരിച്ച് ബാൻ ഏർപ്പെടുത്താൻ സാധിക്കും. ഇവിടെ തിട്ടൂരം അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രംപ് പറയുന്നത് പോലെ താരിഫ് ഏർപ്പെടുത്തിയാൽ നമ്മളും താരിഫ് ഏർപ്പെടുത്തും. അപ്പൊ അമേരിക്കയ്ക്ക് ഈ പറയുന്ന ക്ഷീണം അല്ലെങ്കിൽ അമേരിക്ക ഏറ്റവും അവരുടെ സാധന സാമഗ്രികൾ വിൽക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പോളമായിട്ട് ഇന്ത്യയെ വിചാരിക്കുമ്പോൾ, അങ്ങനെ ആയിത്തീരുമ്പോൾ, അത്തരത്തിൽ ഇന്ത്യയും കൊണ്ട് പ്രയോജനം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന വിലട്ടും വിലപേശലും ഒന്നും ഒരു കാര്യത്തിൽ നടക്കത്തില്ല. അത് ഇന്ത്യയോട് വിരട്ടി ഒരുപക്ഷെ അമേരിക്ക ഇന്ത്യയോട് മാത്രമല്ല ലോകത്ത് അവരുടെ സഖ്യകക്ഷിയായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസിനും നാറ്റോ രാജ്യങ്ങൾക്കും ഒക്കെ മുമ്പിൽ പോലും വീണു പോകുന്ന ഒരവസ്ഥ ഏറ്റവും അവസാനം ഇപ്പൊ ലോകം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന അമേരിക്കയിലെ ട്രംപ് ഉൾപ്പെടെ പൊട്ടൻ പലതും വിളിച്ചു പറയാലോ, അബദ്ധവും വിളിച്ചു പറയാം, സുബദ്ധവും വിളിച്ചു പറയാം, അതേ രീതിയിലൊക്കെ ഉള്ള ഒരു സാധനം. ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പോലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അയാൾ പോലും പറയുന്നത് സ്ഫോടക വസ്തു ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ ബാൻ ചെയ്ത സാധനങ്ങൾ കയറ്റി അയക്കുന്നു, ഞങ്ങൾ തിട്ടൂര ഏർപ്പെടുത്തിയ സാധനങ്ങൾ കയറ്റി അയക്കുന്നു, എന്തും കയറ്റി അയക്കാനുള്ള ധൈര്യം ഇന്ത്യക്ക് ഉണ്ടാകുന്നു, അത്തരത്തിൽ ഞങ്ങളെ ഒന്നും വിലവെക്കാത്ത രാജ്യമായിട്ട് ഈ പറയുന്ന ഇന്ത്യ മാറുന്നു എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള പറച്ചിൽ. ഏതായാലും ഇപ്പം വരുന്ന വാർത്ത എല്ലാ തിട്ടൂരങ്ങളെയും മറികടന്നു. ഒരുപക്ഷെ ഇതുവരെ പറഞ്ഞിരുന്നത് നമ്മൾ അവിടുന്ന് ഈ പറയുന്നത് പോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നു, അല്ലെങ്കിൽ ആയുധം നേരത്തെ മേടിക്കുകയും വിറ്റുകൊണ്ടിരിക്കുന്ന രാജ്യമായതുകൊണ്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ആയതുകൊണ്ടും നടത്തിക്കൊണ്ട് പോകുന്നു. പക്ഷെ ഇപ്പം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ
ഒരു രാജ്യത്തേക്ക് കയറ്റി അയക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ പോലും കയറ്റി അയക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു രാജ്യം, അത് റഷ്യക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന രീതിയിലേക്കുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യയെ നിയന്ത്രിക്കാൻ ഇന്ത്യക്കപ്പുറം ഒരു രാജ്യത്തിനും കഴിയത്തില്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ കാഴ്ച അറിയാം, നേവി ഡേയിൽ ഇവിടുന്ന് നമ്മുടെ INS തമാൽ പോയി അവിടെ ചെല്ലരുതെന്ന് പറഞ്ഞു, അവിടെ ചെന്നു, അതിന്റെ ഭാഗമായി അവിടെ ആഘോഷിച്ചു, തിരിച്ചു പോകുന്നു. അപ്പം നമ്മുടെ കാര്യം നമ്മളാ തീരുമാനിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞിട്ടും അത് കേൾക്കാത്തൊരവസ്ഥ. അവസാനം ഇന്ത്യയുമായിട്ട് രമ്യപ്പെട്ടു പോയാൽ മാത്രം വ്യാപാര കരാറായാലും മറ്റു കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ കൂട്ടുചേർന്ന് പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഇന്ത്യയായിട്ട് മാറിയിരിക്കുന്നു. ഒരുപക്ഷെ അമേരിക്കയെ പോലും അല്ലെങ്കിൽ ലോകത്ത് ഒരു രാജ്യത്തെ പോലും നമ്മൾ വെല്ലുവിളിക്കാനില്ല. നമ്മളെ വെല്ലുവിളിച്ചാൽ വകവച്ച് കൊടുക്കുന്ന ഒരവസ്ഥയും ഇല്ലെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. സാർ, ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ നിലപാടുകൾക്ക് വിലയുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഇന്ത്യയുടെ നിലപാടുകൾക്ക് വിലയുണ്ട് എന്നത് മാത്രമല്ല, പല താരിഫുകളും ഏർപ്പെടുത്തി നമ്മളെ താഴ്ത്താൻ നോക്കുമ്പോഴും ഇന്ത്യയാണ് അവിടെ വളരെ നിർഭയത്തോടു കൂടി സംസാരിക്കുന്നത്. ചൈനയ്ക്ക് പോലും അവിടെ സംസാരിക്കാനുള്ള ഒരു ധൈര്യമില്ലാത്ത ഒരവസ്ഥയുണ്ട്. എന്തായാലും ലോകക്രമത്തിൽ ഒന്നാമതായി നിൽക്കാൻ ശ്രമിക്കുന്ന അമേരിക്ക താഴേക്ക് പോകുന്ന ഒരവസ്ഥ കൂടി വരുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യ ആ ഒരു ലോകക്രമത്തിന് മുന്നിലേക്ക്, നേതൃപദവിയിലേക്ക് ഇന്ത്യ വരുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് നോക്കിക്കാണാമെന്ന് മനസ്സിലാക്കുന്നു. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.